മാൻഹോൾ കവർ ഡ്രെയിനേജ് സിസ്റ്റത്തിൽ സാധാരണയായിട്ട് നമ്മൾ കാണാറുള്ള ഒരു പ്രോഡക്റ്റ് ആണ് മാൻഹോൾ കവർ. HG's ഇൻഫ്രാമാർട്ടിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മാൻഹോൾ കവറുകളെ കുറിച്ചിട്ടാണ്. ഈ വീഡിയോയിൽ നമ്മളോടൊപ്പം ഉള്ളത് HG's ഇൻഫ്രാമാർട്ട് സ്റ്റീൽ ആൻഡ് സിമെന്റ് ഡിവിഷൻ ഹെഡ് ആയിട്ടുള്ള ഹംഷാ സാറാണ്. ഹായ് സാർ. ഹായ്. നമ്മൾ മാൻഹോൾ കവറുകളൊക്കെ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡുകൾ പോലെയുള്ള പബ്ലിക് ഇടങ്ങളിൽ ഉണ്ടാകുന്ന ഡ്രെയിനേജുകളിലായിരുന്നു സാധാരണ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്നെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പലരും ചെയ്യുന്ന വീടുകൾ പോലെയുള്ള കൺസ്ട്രക്ഷൻ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള സ്പേസിലായിരിക്കും ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളിടത്ത് ഒരുപാട് ഡ്രെയിനേജ് പൈപ്പുകൾ ആവശ്യമായിട്ട് വരും. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ കൂടുതൽ കൺസ്ട്രക്ഷനും റെസിഡൻഷ്യൽ വർക്കുകൾക്ക് പോലും ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് മാൻഹോൾ കവർ. മാൻഹോൾ കവർ എന്ന് പറയുമ്പോൾ പല തരത്തിലുള്ള മെറ്റീരിയൽസ് ഉണ്ട്. അതെ. ഇപ്പൊ ഏതൊക്കെ തരത്തിലുള്ളതാണ് സാധാരണയായിട്ട് ഇപ്പൊ മാർക്കറ്റ് അവൈലബിൾ ആയിട്ടുള്ളത്? നമ്മളിപ്പം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാല് ഫസ്റ്റിലെ മാൻഹോൾ കവർ വരുന്ന കാസ്റ്റ് ആണ്. സെക്കൻഡ് നമ്മുടെ അതിന്റെ ഒരു അപ്ഡേഷൻ ആണ് ഡെക്ടൈലിലോട്ട് മാറി. കാസ്റ്റൈൻ തന്നെ കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആയി. അതായത് കാസ്റ്റൈനിൽ വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഹെവി വെയിറ്റ് ആയിരിക്കും. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് അത് ലൈറ്റ് ആക്കിക്കൊണ്ട് അതിന്റെ സ്ട്രെങ്തും ഡക്റ്റിലിറ്റിയും കൂട്ടിയാണ് ഡക്ടൈലിലേക്ക് മാറി. ഫോർ എക്സാമ്പിൾ നമ്മളൊരു 10 ടൺ കപ്പാസിറ്റി ഉള്ള മാൻഹോൾ കവർ കാസ്റ്റൈനിൽ എടുക്കുമ്പോൾ അതിന്റെ വെയിറ്റ് ചിലപ്പോൾ അപ്രോക്സിമേറ്റ് ഒരു 100 കിലോ വരുന്നുണ്ടെന്ന് വെക്കുക. ഇതേ കപ്പാസിറ്റി ഉള്ള ഡക്ടൈലിലേക്ക് വരുമ്പോൾ നമുക്കൊരു 50 കിലോയിൽ 10 ടൺ കപ്പാസിറ്റി ഡക്ടൈലിൽ കിട്ടും. അത്രയും ഹെവി ആയിരിക്കും കാസ്റ്റൈൻ എന്ന് പറയുന്നത്. അതെ. അതായത് ഗ്രേ അയൺ എന്നാണ് ഈ മാൻഹോൾ കവർ കാസ്റ്റൈനിൽ പറയുന്നത്. ഗ്രേ ആണെന്ന്. ഡക്ടിലിറ്റിയിൽ വരുമ്പോഴത്തേക്ക് സ്ട്രെങ്തും ഡക്ടിലിറ്റിയും ഗ്രേ ആണിനെക്കാട്ടിലും കുറച്ച് കൂടുതലായിരിക്കും. ഫ്ലെക്സിബിൾ ആകുമ്പോൾ സ്വാഭാവികം കാസ്റ്റൈൻ എന്ന് പറഞ്ഞാൽ വളരെ ടെമ്പേർഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. അതെ. അപ്പൊ ഹെവി ആയിട്ടുള്ള ലോഡ് വന്നാൽ അത് പൊട്ടിപ്പോകാനും ഒടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. കുറച്ച് ഫ്ലെക്സിബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ആ ഒരു ഹെവി ആയിട്ടുള്ള എന്തെങ്കിലും കയറി പോവാന്ന് ഇപ്പൊ അത് ഓരോ പർപ്പസിനും വെയിറ്റ് എത്ര ടണ്ണേജ് ബെയറിംഗ് കപ്പാസിറ്റി ഉണ്ട് ഉള്ള അനുസരിച്ചിരിക്കും. ഇപ്പം ജസ്റ്റ് വണ്ടികളൊന്നും കയറാത്തടത്ത് വേണമെങ്കിൽ നമുക്കൊരു 1.5 ടൺ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ നല്ല ഹെവി ഡ്യൂട്ടി വണ്ടിയൊക്കെ കയറുന്നിടത്താണെങ്കിൽ നമുക്ക് 25 ടണ്ണ് വരെ കാസ്റ്റൈനിലും അവൈലബിൾ ആണ്, ഡക്ടൈലിലും അവൈലബിൾ ആണ്. ഈ രണ്ട് തരത്തിലുള്ള അല്ലാതെ പുതിയൊരു പ്രോഡക്റ്റ് കൂടി ഞാൻ കുറച്ച് മുമ്പ് കണ്ടായിരുന്നു. നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഇത് രണ്ടും കൂടാതെ FRP എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. പൊതുവെ FRP എന്ന് പറയുമ്പോൾ ആളുകളുടെ മനസ്സിൽ ചിന്ത പ്ലാസ്റ്റിക് പ്രോഡക്റ്റ് എന്നുള്ളത്. അതെ. ശരിക്കും FRP എന്ന് പറഞ്ഞാൽ ഫൈബർ റീഇൻഫോഴ്സ്ഡ് പോളിമർ എന്നാണ് അതിന്റെ ഒരു പൂർണ്ണനാമം. തീർച്ചയായിട്ടും. അതായത് അത്രയും സ്ട്രെങ്ത് ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ഒരിക്കലും ഒരു നോർമൽ പ്ലാസ്റ്റിക് പ്രോഡക്റ്റ് അല്ല. ഒരിക്കലും അല്ല. നമുക്കതൊന്ന് കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും. നമ്മൾ ഇത് 3 ഇവിടെ ചെയ്യുന്നുണ്ട്. കാസ്റ്റൈനും ചെയ്യുന്നുണ്ട്, ഡക്ടൈലും ചെയ്യുന്നുണ്ട്, FRPയും ചെയ്യുന്നുണ്ട്. ഇതാണ് കാസ്റ്റൈൻ മാൻഹോൾ കവർ. ഇതിന് വെയിറ്റ് ആയിരിക്കും. ഇതിന് ഓരോ സൈസ് ഉണ്ടാവും. ഇതിപ്പോ 1.5 സൈസാണ്. ഇതിന്റെ കപ്പാസിറ്റി എത്ര വരുന്നത്? ഇതിപ്പോ 1.5 ടൺ കപ്പാസിറ്റി. 1.5 ടൺ കപ്പാസിറ്റി ഉള്ളു. ഇതിപ്പം വണ്ടികള് ലോഡുള്ള വണ്ടികൾ പോകുന്നിടത്ത് ഒഴിവാക്കുന്നതാണ് നല്ലത്. അതെ. ഇതിപ്പോ നമുക്ക് ഹെവി വണ്ടികൾ കയറുന്നിടത്ത് ഇടാൻ പറ്റത്തില്ല. ഇതെന്ന് പറഞ്ഞാൽ ഡക്ടൈലാണ്. ഡക്ടൈൽ വരുമ്പോ കുറച്ചുകൂടെ ലൈറ്റ് വെയിറ്റ് ആവും, എങ്കിൽ പോലും കപ്പാസിറ്റിയും കൂടുതലായിരിക്കും. ഇതിന് പെട്ടെന്ന് പൊട്ടാനുള്ള സാധ്യതയും കുറവാണ്. ഡക്ടിലിറ്റി ഉള്ള മെറ്റീരിയലാണ്. എങ്കിൽ പോലും ഇതിനും ലോഡ് ബെയറിംഗ് കപ്പാസിറ്റികൾ വരുന്നുണ്ട്. അതിന് ആ ലോഡ് ബെയറിംഗ് ഉള്ള മെറ്റീരിയൽ തന്നെ അവിടെ ചൂസ് ചെയ്യുമാണ് ഓരോ പർപ്പസിനനുസരിച്ച്. ഇനി ഇത് രണ്ടും അല്ലാതൊരു പ്രോഡക്റ്റ് ഇത് രണ്ടും മനാഫിന് എടുത്തപ്പം നല്ലൊരു വെയിറ്റ് ഫീൽ ചെയ്തില്ലേ? മെറ്റലിന്റെ ഒരു വെയിറ്റ് ഫീൽ തീർച്ചയായിട്ടും. ഇനി നമുക്ക് ഞാൻ ഈ പറഞ്ഞ ഏറ്റവും ലേറ്റസ്റ്റ് പ്രൊഡക്റ്റിലോട്ട് പോവാം. ഇതിപ്പോ ഒന്നിന്റെ FRPയുടെ ഒരു മാൻഹോൾ കവറാണ്. FRP മാൻഹോൾ കവർ ഭാരം വളരെ തിന്നറാണ്. എന്നാൽ ഇതിനൊരു 3 ടൺ തൊട്ട് സ്റ്റാർട്ടിങ് 3 ടൺ കപ്പാസിറ്റി ഇതിനുണ്ട്. നേരത്തെ തന്നെ എടുത്ത് അത് ഒന്നുകൂടെ അതൊന്ന് എന്റെ കയ്യിലേക്ക് എടുത്തു തരാമോ? ഇതിനൊരു 1.5 ടണ്ണാണ് കപ്പാസിറ്റി. ഹെവി ആയിട്ടുള്ള സാധനത്തിന് 1.5 ടൺ കപ്പാസിറ്റി. ഇതിന് 3 ടൺ കപ്പാസിറ്റി ഉണ്ട്. ഇതിപ്പോഴേ ഈ FRP എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പം കൂടുതൽ FRP മാൻഹോൾ ആണോ നമുക്ക് തോന്നുന്നത്? നമുക്ക് അത്യാവശ്യം നല്ല സെയിൽസ് ഉള്ള പ്രൊഡക്റ്റുകളാണ് മാൻഹോൾ കവർ. അതിൽ ഇപ്പോഴത്തെ ട്രെൻഡ് FRP ആണ്. എല്ലാരും ചോദിച്ചു വരുന്ന പ്രൊഡക്റ്റ് FRP ആണ്. കാരണം കൊണ്ടുപോയവർക്കെല്ലാം നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പം ഹാൻഡിൽ ചെയ്യാൻ എന്ത് സിമ്പിൾ ആണെന്നറിയോ? 3 ടൺ കപ്പാസിറ്റി ഉള്ളത് ഇത് കണ്ടോ? വെറുതെ ഒരു കയ്യില് സിമ്പിൾ ആയിട്ട് 3 ടൺ കപ്പാസിറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും എനിക്കത് ഇത്രയും ചെറിയ പ്രോഡക്റ്റിന് അത്രയും ഉണ്ടെന്ന് തന്നെ തോന്നും. കിച്ചന്റെ ഒക്കെ വേസ്റ്റ് പോകുന്ന ഡ്രൈനേജ് സിസ്റ്റത്തിലൊക്കെ ലേഡീസിനാണെങ്കിൽ ഇത് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും.
ഓപ്പൺ ചെയ്യാൻ ഫ്രെയിം വെച്ചിട്ട് ഈ ടോപ്പും അതിന്റെ കവർ ഊരി മാറ്റി നോക്കാനൊക്കെ പറ്റും. അതായത് റെസിഡൻഷ്യൽ പർപ്പസുകൾക്കൊക്കെ വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നതാണ്. ഇൻഡസ്ട്രിയലിനും കൊണ്ടുപോകുന്നുണ്ട്. റെസിഡൻഷ്യലിനും വളരെ ഈസി ആയിരിക്കും ഈ പ്രൊഡക്റ്റ്. അത് നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ ആ കാസ്റ്റ് അയണിൽ നിന്ന് ടെക്സ്റ്റൈലിലേക്ക് വരുമ്പോൾ പറഞ്ഞ അതേ ആ ഒരു വ്യത്യാസം ഇതിനകത്തും ഉണ്ട്. കാര്യം അതിന്റെ ഒരു ഭാരം വെച്ച് നോക്കുകയാണെങ്കിൽ അതിന്റെ 4-1 ഭാരം പോലും FRP വരുന്നില്ല. എന്നാൽ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാനും പറ്റും. മാത്രമല്ല എനിക്ക് തോന്നി തീരദേശങ്ങളിലൊക്കെ കൂടുതലും തീരദേശ പർപ്പസിനും ഉപയോഗിക്കാൻ പറ്റും. അതായത് നശിച്ചു പോകത്തില്ല, തുരുമ്പ് പിടിക്കുമെന്നോ അല്ലെങ്കിൽ നശിച്ചു പോകുന്നുള്ള ഒരു ടെൻഷൻ വേണ്ട. ഓക്കെ. അതുപോലെ തന്നെ പൊതുവെ ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു സംശയമാണ്, ഇങ്ങനെയൊക്കെയുള്ള പുതിയ പ്രോഡക്റ്റുകൾ വരുമ്പോൾ അതിന്റെ പ്രൈസ് റേഞ്ച് എങ്ങനെയാണ്? നേരത്തെ ഉള്ള പ്രോഡക്റ്റുകൾ നിന്നും പ്രൈസ് കൂടുതലായിരിക്കുമോ അതോ കുറവായിരിക്കും എന്നുള്ളത്? കമ്പാരിറ്റീവ്ലി നമുക്ക് കാസ്റ്റ് അയണും ടെക്സ്റ്റൈലിനെ കാട്ടി നല്ല പ്രൈസ് കുറവാണ് FRPക്ക്. ഓക്കെ. അതെ, അത് അതിന്റെ ഒരു ബെനിഫിറ്റ് ആയിട്ട് ഞാൻ പറയാൻ പറ്റുന്ന ഒരു സാധനമാണ്. FRPക്ക് മറ്റേതിനെക്കാട്ടിലും പ്രൈസ് കുറവാണ്. അതെ. അതുപോലെ നമ്മളിപ്പം മാൻഹോൾ കവറുകൾ വരുമ്പോഴേ പല അളവില് അതുപോലെ തന്നെ പല ഷേപ്പിൽ, ഇതിപ്പം സ്ക്വയർ ആണ് കാണുന്നത്, ഇതിന്റെ തന്നെ റെക്ടാംഗിളും റൗണ്ടും ഒക്കെ വരുന്നുണ്ട്. അതുപോലെ കൂടുതലും സ്റ്റോക്ക് ചെയ്യുന്നത് സ്ക്വയറാണ്. മറ്റ് അളവുകൾ നമ്മൾ അഗൈൻസ്റ്റ് ഓർഡറിൽ എടുത്തു കൊടുക്കും, ചെയ്യുന്നുണ്ട്. കൂടുതലും സ്ക്വയർ ആയിരിക്കും ആളുകൾ കൂടുതലും കൊണ്ടുവന്നത്. ഓക്കെ. പിന്നെ അതുപോലെ ഇത് എത്ര കപ്പാസിറ്റി, ലോഡ് ബെയറിംഗ് കപ്പാസിറ്റി സ്റ്റാർട്ടിങ് എങ്ങനെയാണ്? FRPയിൽ വരുമ്പം 3 ടൺ തൊട്ട് സ്റ്റാർട്ടിംഗ് ആണ്. ഏകദേശം മാൻഹോൾ കവറിൽ 90 ടൺ വരെ കിട്ടും. 90 ടൺ കപ്പാസിറ്റി ലോഡ് ബെയറിംഗ് കപ്പാസിറ്റി അവൈലബിൾ ആണ്. മെറ്റലിലും അങ്ങനെ തന്നെയാണ്. മെറ്റൽ വരുമ്പോഴത്തേക്ക് ഒരു 90 ടൺ എന്നൊക്കെ പറയുമ്പോൾ വളരെ ഹെവി മാൻഹോൾ ആയിരിക്കും. വെയിറ്റ് അത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. ആ മാൻഹോൾ വേറെ മിഷനറീസ് ഒക്കെ വെച്ചിട്ടായിരിക്കും ചെയ്യാനൊക്കെ പറ്റും. അതേ സ്ഥാനത്ത് FRP വരുവാണെങ്കിൽ ഒരു പക്ഷേ അത്രയും ഭാരം കാണാൻ സാധ്യതയില്ല, അല്ലേ? ഓക്കെ. ശരിക്കും മാൻഹോൾ കവറുകളുടെ ഒരു എവല്യൂഷൻ ആണ് ഇപ്പൊ സാർ സംസാരിച്ചത്. പണ്ട് നമുക്ക് പരിചയം ഉണ്ടായിരുന്ന ആ ഒരു കാസ്റ്റ് അയൺ മാൻഹോൾ കവറിൽ നിന്ന് ഒരു ചേഞ്ച് ആയിട്ടാണ് ഡക്റ്റൈൽ വന്നത്. ഇപ്പൊ കുറച്ചും കൂടെ ലേറ്റസ്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ വളരെ സിമ്പിൾ ആയിട്ട് കൂടുതൽ കപ്പാസിറ്റിയും കിട്ടുന്ന FRP മാൻഹോൾ കവറുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ കൺസ്ട്രക്ഷനുമായിട്ടുള്ള എന്ത് പ്രോഡക്റ്റുകളും HHIS ഇൻഫ്രാമാർട്ടിൽ അവൈലബിൾ ആണ്. സർ, താങ്ക് യു ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് പറഞ്ഞു തന്നതിന്. വീണ്ടും HHISന്റെ മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും